Resources. നിങ്ങളിപ്പോൾ ഉള്ളത് എല്ലാ ഗ്രീൻസ് ഫാമിലാണ്. കാക്കനാടിൽ ഇപ്പോൾ ലൊക്കേറ്റഡ്. എല്ലാ ഗ്രീൻസ് ഒരു 6 വർഷമായിട്ടുണ്ട് ഈ ഒരു ഹൈഡ്രോഫോണിക് ഫാമിംഗ് സ്പേസിൽ വന്നിട്ട്. ഇനീഷ്യലി വി സ്റ്റാർട്ടഡ് ഔട്ട് വിത്ത് സെറ്റിംഗ് അപ്പ് ഫാംസ്. പല സ്മോൾ സ്കെയിൽ ഫാംസ് ആൻഡ് ലാർജ് സ്കെയിൽ ഫാംസ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു വീടുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ ഒരു ലാർജ് ഇൻഡസ്ട്രിയൽ പർപ്പസിന് വേണ്ടി ഫാംസ് ചെയ്തിട്ടുണ്ട്. ലാർജ് ഫാം എന്ന് പറയുമ്പോൾ ഒരു 30,000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള ഫാം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ. അത് ഐ തിങ്ക് ദാറ്റ് വാസ് ഇൻ ഗുജറാത്ത്. ആൻഡ് കേരളത്തിൽ ഫ്രം ട്രിവാൻഡ്രം ഓൾ ദി വേ അപ്പ് കാസർഗോഡ് വരെ ചെറിയ ഫാംസ് 300 സ്ക്വയർ ഫീറ്റ് മുതൽ 1000 സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് വേണ്ടിയിട്ടുള്ള ഫാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഹൈഡ്രോഫോണിക് ഇസ് ബേസിക്കലി വാട്ടർ ബേസ്ഡ് ന്യൂട്രിയൻസിൽ നമ്മൾ പ്ലാന്റ്സിനെ എങ്ങനെ വളർത്തണമെന്നാണ്. ഈ ഫാം നോക്കുകയാണെങ്കിൽ നിങ്ങൾ കുറേ ചാനൽസ് കാണാം. ഈ ചാനൽസ് കൂടെ നമ്മൾ വാട്ടർ ഫ്ലോ ചെയ്യുന്നുണ്ട്. ആൻഡ് ദിസ് വാട്ടർ ഹാസ് ന്യൂട്രിയൻസ് ദാറ്റ് ഇസ് എനഫ് ഫോർ ദ നോർമൽ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്. ആൻഡ് ആ വെള്ളം പോയി ഒരു ടാങ്കിലാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക. അതേ വെള്ളം തന്നെ നമ്മൾ റീസൈക്കിൾ ചെയ്യണം. ഈ ഒരു മോഡലിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ സോയിൽ ഇറോഷൻ ഉണ്ടാവുന്നില്ല, സോയിലിൻ്റെ വാല്യൂസ് കുറയുന്നില്ല. അതേ സെയിം വാട്ടർ നമ്മൾ റീസൈക്കിൾ ചെയ്യുന്നു. അപ്പോൾ പ്രകൃതിക്ക് ഒരു രീതിയിലും ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഒരു ഗുണം. അപ്പോൾ ഇവിടെ കാണുന്ന ഈ ലീഫി വെജിറ്റബിൾസ് ഇത് കേലാണ്. കേല് നമ്മുടെ നാട്ടിൽ സാധാരണ നമുക്ക് വളർത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വി ഹാവ് സംതിങ് കോൾഡ് ദ ബൊക് ചോയ്. Bok choy is all very exotic leafy vegetables used in salads. High-end 5-star hotels പോകുമ്പോൾ അവർക്ക് അവിടെ മാത്രം കിട്ടുന്ന നല്ല എക്സ്ക്ലൂസീവ് സാലഡ്സിനാണ് ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ആൻഡ് വെരി ഹൈ ഇൻ ന്യൂട്രിയൻസ് ആൻഡ് പ്രോട്ടീൻസ്. അപ്പോൾ ഇതൊക്കെ വളർത്തണമെങ്കിൽ ഇങ്ങനത്തെ കൺട്രോൾഡ് എൻവയൺമെൻറ്റ് ഉണ്ടെങ്കിൽ ഇറ്റ് റിയലി ഹെൽപ്സ്. ഇവിടെ we have sensors and it's completely controlled. Temperature കൂടുമ്പോൾ automatically we have the fans that will activate. ആ ഫാൻ ഓൺ ആകുമ്പോൾ നോർമലി ദ ടെമ്പറേച്ചർ ലെവൽ താഴത്തേക്ക് വരും. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ ഇസ് ഓൾവേസ് മെയിൻറ്റെയിൻ ബിറ്റ്വീൻ 24-25. പുറത്ത് 34, 35, 36 ആണെങ്കിലും ഇതിനുള്ളിൽ നമ്മൾ ഒരു 24-25 ഡിഗ്രീസ് മെയിൻറ്റെയിൻ ചെയ്യും. പാഡ് ആൻഡ് ഫാൻ സിസ്റ്റം എന്നാ പറയാം. നമ്മൾ ഒരു AC പോലെ തന്നെയാണ്. വി ഹാവ് എ റേഡിയേറ്റർ, അതേ വെള്ളം പാസ് ചെയ്യുന്നു. ഓൺ ദി അതർ എൻഡ് വി ഹാവ് ലാർജ് ഇൻഡസ്ട്രിയൽ ഫാൻസ് വിച്ച് വിൽ പുൾ ദ കോൾഡ് വാട്ടർ. ഹോട്ട് എയർ ഇസ് ടേക്കൺ ഔട്ട് and cold air stays inside the farm. അപ്പോൾ അങ്ങനെയാണ് ടെമ്പറേച്ചർ മാനേജ് ചെയ്യുന്നത്. സോ ഓൾ ദിസ് ഇസ് പ്രൊവൈഡഡ് ബൈ അസ്. അപ്പോൾ നമ്മളൊരു ഫാം സെറ്റപ്പ് ചെയ്യുമ്പോൾ നമ്മൾ A to Z കാര്യങ്ങൾ എങ്ങനെ ഒരു ഫാമിൻ്റെ ഫസ്റ്റ് ലാൻഡ് ടു ഇൻഫ്രാസ്ട്രക്ചർ ടു അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടെക്നോളജി, ഈ ഫാം സപ്ലൈ ചെയ്യാനുള്ള സീഡ്സ്, വി ട്രെയിൻ ദ സ്റ്റാഫ്, വി ഹെൽപ്പ് ദെം മാനേജ്. അത് കഴിഞ്ഞാൽ വി ഹാവ് എൻ എഗ്രോണമിസ്റ്റ് ഹു വിൽ കം ആൻഡ് വിസിറ്റ് ദ ഫാം. ഈ ഹാർവെസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എല്ലാ ലീഫി വെജിറ്റബിൾസ് നമ്മളെ എടുത്തിട്ട് വി സപ്ലൈ ടു അവർ എൻഡ് കൺസ്യൂമേഴ്സ്. ഇപ്പോൾ കാക്കനാടിൽ ഈ ഫാം ഈ സപ്ലൈങ് ടു അബൌട്ട് 100 odd സബ്സ്ക്രൈബേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് കൊച്ചിൻ സിറ്റി, കാക്കനാട്, തൃപ്പൂണിത്തുറ ഈ ഒരു ഏരിയ നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. അവർക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ ഉണ്ട്, ഫോർ വിച്ച് വി സപ്ലൈ 1.2 kilos ഓഫ് ഫ്രഷ് ഹാർവെസ്റ്റഡ് വെജിറ്റബിൾസ് ടു ദി ഹൗസ്. നമ്മൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ക്ലീനിങ് പ്രോസസ് ഉണ്ട്. അത് ആദ്യം വി ഡു എ ബബിൾ വാഷ്. ബബിൾ വാഷ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ലീഫ്സിനൊന്നും കേടുവരില്ല. അത് കഴിഞ്ഞാൽ കോൾഡ് വാഷ് ചെയ്യും. കോൾഡ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് റിമെയിൻസ് റിയലി ഫ്രഷ് ആൻഡ് ഇമീഡിയറ്റ്ലി ഇറ്റ് ഗോസ് ഫോർ ഡെലിവറി. അപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 1 hour ഇറ്റ് ഈസ് ഡെലിവേർഡ്. കൂടുതലും ഇവിടെ നമ്മൾ വളർത്തുന്ന ലീഫി വെജിറ്റബിൾസ് ആണ്. ഓൾമോസ്റ്റ് അബൌട്ട് 16 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. ചിലത് ഇസ് റെഡി ഫോർ ഹാർവെസ്റ്റ്. ഫോർ എക്സാമ്പിൾ വി ഹാവ് അബൌട്ട് 5-6 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെറ്റ്യൂസ്. ഇതൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത് സാലഡ്സ്, സൂപ്സ്, ടോപ്പിംഗ്സ് ഇതിനാണ് യൂസ് ചെയ്യുക ഇവിടെ. ഈ ഫാമിൽ ഓൾമോസ്റ്റ് അബൌട്ട് 16 വെറൈറ്റീസ് ഓഫ് ലീഫി വെജിറ്റബിൾസ് നമ്മളിവിടെ ഗ്രോ ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് കോൾഡ് ലോല ബയോ ഉണ്ട്. അതൊരു ടെക്നിക്കൽ നെയിമാണ്. ഇത് ആക്ച്വലി ഒരു ലെറ്റ്യൂസിന് ഒരു വകഭേദമാണ്. ഈ ലെറ്റ്യൂസിന് മാത്രം നമുക്ക് അബൌട്ട് 5-6 ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഉണ്ട്. ആ ലോല ബയോൻ്റെ തന്നെ പല വേരിയൻസ് ഉണ്ട്. ഈ കാണുന്നത് ഓക്ക് ലീഫ് ഗ്രീൻ എന്നാണ്. നോർമലി ഇതിവിടെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. നമ്മൾ സാധാരണ ഒരു ഫാമിൽ അത് ഇവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ട് ക്ലൈമറ്റ് കൺട്രോൾഡ് ആയ കാരണമാണ് ഇവിടെ ഗ്രോ ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ വി ഹാവ് വെരി സ്പെസിഫിക് എക്സ്ക്ലൂസീവ് ലീഫി വെജിറ്റബിൾസ് ലൈക്ക് ബൊക് ചോയ്. ബൊക് ചോയ് ഒക്കെ ശരിക്കും കേരളത്തിൽ ആരെങ്കിലും വളർത്തേണ്ടോ അറിയില്ല. അതൊക്കെ ഇവിടെ 5-star ഹോട്ടൽസിൽ നമ്മൾ ആറ് കസ്റ്റമേഴ്സ് ദേ ബൈ ഫ്രം അസ്. സാലഡ്സിനാവാം, സൂപ്സിനാവാം. സോ ബേസിൽ ലീവ്സ് ഉണ്ട്, വി ഹാവ് കേൽ, പിന്നെ പാലക്ക് ഉണ്ട്. ഇതൊക്കെ നല്ല നല്ല ഫ്രഷ് ആയിട്ട് ഇവിടുന്ന് പോകുമ്പോൾ കാണുന്ന തന്നെ ഒരു നല്ല സന്തോഷമുള്ള കാര്യമാണ് നമുക്കിവിടെ വരുന്നത്.
ഹൈഡ്രോഫോണിക് ഫാമിംഗ് ചെയ്ത് പൂട്ടിപ്പോയിട്ടുള്ള ആൾക്കാരും നഷ്ടക്കച്ചവടമായി പോയിട്ടുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇതിൽ വരുന്ന ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെച്ചാൽ പ്രോപ്പർ പ്ലാനിങ് ഇല്ല. അവർക്ക് എന്താണ് വളർത്തേണ്ടതെന്ന് അറിയാതെ കൊണ്ട് അവർക്ക് താല്പര്യമുണ്ട്, ഒരു ഫാം സെറ്റപ്പ് ചെയ്തു, അവർക്ക് എന്താണോ ഇഷ്ടം അത് വളർത്തി. അത് സെല്ലബിൾ ആണോ, അത് ലോക്കൽ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുമോ? ഇവിടുന്ന് വിട്ട ഒരു മൂവാറ്റുപുഴ അല്ലെങ്കിൽ തൊടുപുഴ പോയിട്ട് നമ്മൾ ഫാം സെറ്റപ്പ് ചെയ്തു, അവിടെ നിന്ന് ഗ്രോ ചെയ്യുന്ന ഹാർവെസ്റ്റ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വെച്ച് ഇവിടെ വരുമ്പോഴത്തേക്കും കോസ്റ്റ് കൂടും. അതുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് മോഡലിന് വേരിയേഷൻ വരുന്നത്. വി ആർ വെരി ഹൈപ്പർ ലോക്കൽ. നമ്മുടെ ഈ കാക്കാടിൻ്റെ ഫാം സപ്ലൈയിങ് ടു 5 to 6 കിലോമീറ്റർ റേഡിയസ്. ഇപ്പോൾ നമുക്ക് തൊടുപുഴ ഭാഗത്ത് വലിയൊരു ഫാം ഉണ്ടായിരുന്നു, അവിടെ നമുക്ക് കുക്കുംബർ ആയിരുന്നു ഉണ്ടായിരുന്നത്, 10,000 സ്ക്വയർ ഫീറ്റ് കുക്കുംബർ ആയിരുന്നു. അത് നമ്മൾ കംപ്ലീറ്റ് എക്സ്പോർട്ട് ചെയ്യുന്നു. വി ഹാഡ് ക്ലയൻസ്, UAE ഒരു ക്ലയൻറ്റ് ഉണ്ട്, ദേ വർ ബൈയിങ് ഫ്രം us directly. So we have multiple business models. So one primary business model is setting up farms through which we can also supply to the local people through subscription. അതാണ് നമ്മുടെ കീ ഫാക്ടർ. ആൻഡ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫാമിംഗ് കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യേണ്ട. പാരലലി വി ആർ ബിൽഡിംഗ് എ കമ്മ്യൂണിറ്റി ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഹു ബിലീവ് ഇൻ ഹെൽത്തി ലിവിംഗ്. നമുക്കിപ്പോൾ ഉള്ള കസ്റ്റമേഴ്സ്, all of them are continuing or extending their subscription with us. They are very happy with the quality of leafy vegetables that we are able to supply to them. ഇത് ബയോണ്ട, ഇത് ഓക്ക് ലീഫ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോസസ് എന്ന് പറയുന്നത്, ഈ ഒരു ചാനൽ, ദിസ് ഇസ് കോൾഡ് NFT ചാനൽ. ഈ NFT ചാനലിലാണ്, ഈ ഒരു കപ്പിലാണ് ഇത് വളർന്നു വരുന്നത്. അപ്പോൾ ഈ കപ്പിൻ്റെ ഈ ചാനലിൻ്റെ ഉള്ളിൽ കൂടിയാണ് വെള്ളം പാസ് ചെയ്യേണ്ടാവുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓൺ റെഗുലർ ഇൻ്റർവെൽസ്. ആൻഡ് ആ വെള്ളം പോയി നിൽക്കുന്നത് ഈ ടാങ്കിലാണ്. ഈ ടാങ്കിൽ നിന്നാണ് ഒരു സർട്ടൺ ഫ്രീക്വൻസിയിൽ അതേ സെയിം വാട്ടർ ഇസ് റീസൈക്കിൾഡ് ആൻഡ് കമ്മിങ് ഹിയർ. അപ്പോൾ ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ ചാനലിലൂടെ വെള്ളം പാസ് ചെയ്യും. ഇവിടുന്ന് ഈ ട്യൂബ് കാണുന്നുണ്ട്, ഈ ട്യൂബ് കൂടിയാണ് അടുത്ത ചാനലിലേക്ക് പോവുക. ആൻഡ് ദിസ് ഇസ് എ കണ്ടിന്യൂസ് പ്രോസസ്. നിങ്ങൾ ഈ കാണുന്ന ഈ പാഡ്സ്, ഈ ബ്ലൂ കളറും യെല്ലോ കളർ പാഡ്സ്, സ്റ്റിക്കി പാഡ്സ്, ബേസിക്കലി നമ്മുടെ അവിടെ ഇത് ഓൾമോസ്റ്റ് ഫുള്ളി കൺട്രോൾഡ് ആണ്, എൻവയൺമെൻറ്റ് കൺട്രോൾ ആണ്, പെസ്റ്റ് വരാൻ പാടില്ല. എന്നാലും ചിലപ്പോൾ ഡോറ് തുറക്കുമ്പോൾ ചില ഇൻസെക്ട്സ് കയറി വരാം. അതിന് മുന്നേ നമ്മൾ നോക്കാനായിട്ടാണ് ഈ ഇൻസെക്ട് പാഡ്സ് വെച്ചിരിക്കുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ഒരു പ്രോപ്പർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരാൾ അകത്തേക്ക് കയറി വരുമ്പോൾ ദേ ഹാവ് ടു വെയർ ക്യാപ്സ്. ആ കയറി വരുമ്പോൾ ആദ്യം ചെയ്യേണ്ടപ്പോൾ ദേ വിൽ വാഷ് ദെയർ ലെഗ് ഓൺ പൊട്ടാസ്യം പെർമാംഗനേറ്റ്. അപ്പോൾ കാല് ക്ലീൻ ആണ്. അപ്പോൾ വി ടേക്ക് ഓൾ പോസിബിൾ മെഷേഴ്സ് ടു എൻഷുർ ദാറ്റ് everything is extremely hygienic and there is no way that any other external factor അകത്ത് കയറി വരാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കില്ല. അത് വരികയാണെങ്കിൽ തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് എടുക്കേണ്ടത്. നിങ്ങൾ ഈ കാണുന്നത് OSS ക്യൂബ് എന്നാ പറയാം. അപ്പോൾ നമ്മൾ ഇതിലാണ് സീഡ്ലിംഗ്. ഇത് ഒരാഴ്ച കഴിയുമ്പോൾ ഈ ഗ്രോത്ത് വരുന്നത്. ഇതാണ് സ്റ്റേജ് 1. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലൊരു നെറ്റ് പോട്ടിലിടും. ഇതാണ് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത്. ഇത് കഴിയുമ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആണ്. ഇവിടെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഒരു തേർഡ് സ്റ്റേജ് ഓഫ് ഗ്രോത്ത് കാണാം. ഇതൊരു ഓൾമോസ്റ്റ് ഈ ഒരു ഗ്രോത്ത് വരാൻ ടേക്സ് അബൌട്ട് 3 weeks, 2 to 3 weeks ആണ് ഈ ഒരു ഗ്രോത്ത് ലെവലിലേക്ക് എത്താൻ. ഇവിടെ നോർമലി നമ്മുടെ ഹാർവെസ്റ്റ് നടക്കുന്നത് ഇറ്റ് ഹാപ്പൻസ് വൺസ് ഇൻ 45 days. 45 days വരിക. അപ്പോൾ ആ കാണുന്ന ലാസ്റ്റ് റോ കാണുന്നത് ഇറ്റ് ഇസ് ഹാർവെസ്റ്റ് റെഡി. ഈ ഹൈഡ്രോഫോണിക്സിന് ഗുണം എന്താ വെച്ചാൽ ഇതേ ഇൻഫ്രാസ്ട്രക്ചറിൽ നമുക്ക് കൂടുതൽ ഗ്രോ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ സിംഗിൾ ലെവൽ പാഡ്സ് ആണ്. ഇവിടെ വരുമ്പോൾ നമ്മൾ മൾട്ടി ലെവലാക്കി കൂടുതൽ ഗ്രോ ചെയ്യണം. നമുക്ക് ഡിമാൻഡ് കൂടുമ്പോൾ നമുക്ക് നമ്പർ ഓഫ് ട്രേസ് കൂട്ടാൻ പറ്റും, ഹൈറ്റ് കൂട്ടാൻ പറ്റും. ഹൈറ്റ് കൂട്ടുമ്പോൾ വരുന്ന ചാലഞ്ച് സൺലൈറ്റ് കിട്ടില്ല അടിയിലത്തെ ലീഫി വെജിറ്റബിൾസിന്. അതിനാണ് നമ്മൾ സ്പെഷ്യലായിട്ട് UV ലൈറ്റ്സ് വെക്കണം. ഈ UV ലൈറ്റ്സ് ഹെൽപ്സ് ദം ടു ഗെറ്റ് ദ റൈറ്റ് എമൗണ്ട് ഓഫ് ലൈറ്റ് ഫോർ ദ ഗ്രോത്ത്. So Elegreens basically is an ecosystem where we support farmers, actually handhold them in becoming a successful farmer. അതിന് എല്ലാ ഘട്ടങ്ങളിലും, so from identifying a land, എന്ത് ഫാം ചെയ്യണം, എന്താണ് ആ മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോവുക, to the infrastructure, hydroponic infrastructure, to sourcing the right seeds, training the staff and thereby helping them harvest and sell. അപ്പോൾ ഇവിടെ വരുന്നത് നമുക്ക് രണ്ട് തരം കസ്റ്റമേഴ്സ് ഉള്ളത് ഇവിടെ. അപ്പോൾ ഒന്നൊരു ഫാമറും ഉണ്ട്, ആൻഡ് ദെൻ വി ഹാവ് എൻ എൻഡ് കൺസ്യൂമർ ഹൂ ഇസ് ബൈയിങ് ദിസ് ഫ്രം us. ഇറ്റ് ഡസൻറ്റ് എൻഡ് വിത്ത് ദം ബൈയിങ്, ബട്ട് വി ഓൾസോ പ്രൊവൈഡ് ദം വിത്ത് ഗുഡ് വർക്ക്ഷോപ്പ്. സോ ഇപ്പോൾ ഈ വെജിറ്റബിൾസ് കിട്ടാൻ മാത്രം പോരാ, അതെങ്ങനെ യൂസ് ചെയ്യണം, അതിനെങ്ങനെ എന്തൊക്കെയാണ് അതിൻ്റെ രീതി, അതുകൊണ്ട് എന്ത് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. സോ വി ഹാവ് ടൈഡ് വിത്ത് എ ന്യൂട്രീഷനിസ്റ്റ്. ഹി പ്രൊവൈഡ്സ് ദ റെലവൻറ്റ് ഇൻഫർമേഷൻ ഓൺ വിച്ച് വെജിറ്റബിൾ ഗിവ്സ് വിച്ച് വൈറ്റമിൻസ്, അതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ വി പ്രൊവൈഡ് ഓൾ ദിസ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് വി ആർ എൻ ഇക്കോസിസ്റ്റം. Ernakulam we have about 3 farms. Thrissur Pudhiya farm is under construction. Wayanadil we are working with a group and that will be ready. Kannur we are setting up a 15,000 square feet farm. Trivandrum we are having inquiries, Kottayam inquiries under. Appo ee oru model has actually worked for us. People who have subscribed to us have continued their subscription.
അപ്പോൾ അവർക്ക് they've seen value in this because pesticide free fresh vegetables അത് മാത്രമല്ല കസ്റ്റമേഴ്സ് വന്ന് ഫാം കാണുന്നുണ്ട്. സോ ദേ നോ ദ സോഴ്സ് ഓഫ് വേർ ഇറ്റ്സ് ബീൻ ഗ്രോൺ. സാധാരണ പച്ചക്കറി വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. ഇത് എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയില്ല. രണ്ടാമത്തെ ഇവർ എന്തൊക്കെ മരുന്ന് അടിക്കണമെന്ന് അറിയില്ല. മൂന്നാമത്തെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ ഭാഗമായിട്ട് ലുക്ക് അറ്റ് ദ കാർബൺ ഫുട് പ്രിൻറ്റ്. Because we are locally grown and we are supplying locally, നമ്മുടെ carbon footprints ഇല്ല. And especially ഇങ്ങനത്തെ exclusive types of leafy vegetables are not available in Kerala. ഇതൊക്കെ വരുന്നത് ബാംഗ്ലൂരിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഈ ട്രാൻസ്പോർട്ട് ചെയ്ത് വരുമ്പോൾ ഉണ്ടാവുന്ന ഡാമേജ് അതില്ല അവിടെ. കാർബൺ ഫുട്പ്രിന്റ് ഇല്ല. All these are the advantages that we provide as a hydroponic farm, as Allegreens. This is one of the biggest advantages that we have. ഇങ്ങനത്തെ ഒരു ഫാം സെറ്റപ്പ് ചെയ്യാനായിട്ട് വി ഓൾസോ പ്രൊവൈഡ് ദ റൈറ്റ് ഗൈഡൻസ് ഇൻ ടേംസ് ഓഫ് ഗവൺമെൻറ് സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെ സബ്സിഡീസ് കിട്ടും നമുക്കറിയാൻ പറ്റും. വി ഹാവ് ടൈഡ് അപ്പ് വിത്ത് ബാങ്ക്സ്. പല ബാങ്ക്സും എസ്പെഷ്യലി അഗ്രികൾച്ചർ ഇനീഷ്യേറ്റീവ്സിന് കുറേ ബാങ്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ലോൺസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതിനുള്ള എല്ലാ ഡോക്യുമെൻറ്റേഷനും അതിൻ്റെ എല്ലാ പ്രോസസ്സും നമ്മുടെ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് വി ഓൾറെഡി ഹാവ് എ വെരി ഗുഡ് അണ്ടർസ്റ്റാൻഡിങ് വിത്ത് ദ ബാങ്ക്സ്. സോ അതും ഒരു വലിയൊരു ഫെസിലിറ്റിയാണ്, ഒരു പെയിൻ പോയിന്റ് നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്. Allegreens ഇപ്പോൾ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 6 years ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് അമൽ ആൻഡ് ഷിജിനാണ്. അത് കഴിഞ്ഞിട്ട് ആസ് ദ ബിസിനസ് ഗ്രൂ മോർ പീപ്പിൾ ഹു കെയിം ഇൻ ടു ദ ബിസിനസ്. ടുഡേ വി ആർ 5 member പാർട്ട്നേഴ്സ്. എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടുള്ള റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. So we have they come from an engineering background. They also are passionate farmers. The one common thing that binds all of us is the passion of a farming. അതാണ് നമ്മുടെ കീ ആസ്പെക്റ്റ്. ഹായ്, എൻ്റെ പേര് ഷിജിൻ. ഞാൻ ഇള ഗ്രീൻസിൻ്റെ ഒരു ഫൗണ്ടറാണ്. കമ്പനി ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. പിള്ളേരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ടെക്നോളജി അഗ്രികൾച്ചറിലോട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു സംരംഭം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ടെക്നിക്കൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുന്നതിനകത്ത് ഞാൻ പലതിലും ഒരു പാർട്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് നമ്മൾ ഈ ഹൈഡ്രോപോണിക്സ് ആൾക്കാർക്ക് എങ്ങനെ കുറഞ്ഞ സ്ഥലത്തും പരിമിതമായ റിസോഴ്സിനകത്തും എങ്ങനെ കൃഷി ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മൾ ഹൈഡ്രോപോണിക്സ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തത്. ഈ ഒരു ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൻ്റെ പേര് NFT അല്ലെങ്കിൽ ന്യൂട്രിയൻ ഫിലിം ട്രാൻസ്ഫർ ടെക്നിക് എന്നാണ്. നമുക്ക് കൂടുതലായിട്ടും ഇലവർഗ്ഗങ്ങൾ, നമ്മൾ ലെറ്റ്യൂസോ, പാലക്ക്, കെയിൽ അങ്ങനത്തെ ലീഫി ഗ്രീൻസ് വളർത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിസ്റ്റമാണ്. ബേസിക്കലി ഇതിനെ നമ്മളൊരു റീസർക്കുലേറ്റിംഗ് ഹൈഡ്രോപോണിക് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഒരു റിസർവോയർ ഉണ്ടാവും. ഈ റിസർവോയറിനുള്ളിലാണ് നമുക്ക് ചെടിക്ക് വേണ്ടുന്നതായ ന്യൂട്രിയൻസ് നമ്മൾ അതിനകത്ത് ആഡ് ചെയ്യുന്നത്. ഒരു പമ്പ് ഉണ്ടാവും. ഈ പമ്പ് ഈ ന്യൂട്രിയൻസിനെ പമ്പ് ചെയ്തതിന് ശേഷം ഈ ചാനൽസിലൂടെ ഈ ഒരു ന്യൂട്രിയൻ വാട്ടർ ഫ്ലോ ചെയ്തിട്ട് തിരിച്ച് ആ ഒരു റിസർവോയറിലോട്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻസിൻ്റെ ഫ്ലോ ഈ ചാനലിലൂടെ നടക്കുമ്പോഴാണ് ഈ റൂട്ട്സിലൂടെ ഈ ന്യൂട്രിയൻ്റ് അബ്സോർബ് ചെയ്യണതും ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഇതിന് കിട്ടുന്നത്. ചെടി വളരുമ്പോൾ ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് നമ്മൾ ഇതിനകത്ത് സോൾട്ട് ഫോമിലാണ് ഈ റിസർവോയറിലോട്ട് ആഡ് ചെയ്യുന്നത്. ബേസിക്കലി നമുക്ക് ഒരു ചെടി വളരാനായിട്ട് ആവശ്യമായിട്ടുള്ള 16 എലമെൻസിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസിലൂടെ കൊടുക്കുന്നത്. ഇതിനകത്ത് പലതും സോൾട്ടുകളാണ്. ഫോർ എക്സാമ്പിൾ ഒരു മെഗ്നീഷ്യം സൾഫേറ്റ് അല്ലെങ്കിൽ എപ്സം സോൾട്ട് ഒരു സോൾട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ന്യൂട്രിയൻ്റ് ആണ്. കാൽഷ്യം നൈട്രേറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ ഒരു TDS അല്ലെങ്കിൽ പാർട്സ് പെർ മില്യൺ എന്ന് പറഞ്ഞ ഒരു മെഷർമെൻറ്റ് വാല്യൂവിലാണ് നമ്മൾ ചെടികൾക്ക് ആ ഒരു സ്കെയിൽ നമ്മൾ കൊടുക്കുന്നത്. ഓരോ ഗ്രോ സ്റ്റേജിലും, അതായത് ചെടി വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളൊരു പർട്ടിക്കുലർ വളരെ ചെറിയൊരു TDS ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ മതിയാവും. ചെടി വളരുന്നതിനനുസരിച്ച് നമ്മൾ ന്യൂട്രിയൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുകയും നമുക്കൊരു ഇത് അളക്കാനായിട്ടൊരു മീറ്റർ ഉണ്ടാവും. ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ഗ്രോത്ത് സ്റ്റേജിൽ ഓരോ ചെടിയുടെയും സ്റ്റേജിനകത്ത് എത്ര ന്യൂട്രിയൻസ് കൊടുക്കണമെന്നുള്ളത് നമുക്ക് ഇതിനകത്ത് വളരെ കൺട്രോൾഡ് ആയിട്ട് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഹൈഡ്രോപോണിക്സിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഒരു ഓർഗാനിക് ഒരാൾ കൃഷി ചെയ്യുമ്പോഴേക്കും ചാണകമാണ് കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെടിക്ക് അതിനകത്തുനിന്ന് അബ്സോർബ് ചെയ്യുന്നത് നൈട്രജനാണ്. ഇപ്പോൾ നമ്മൾ നോർമൽ കൃഷിനകത്ത് യൂറിയ കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തും ചെടിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന ഒരു എലമെൻറ്റ് നൈട്രജനാണ്. നമ്മളിവിടെ ഹൈഡ്രോപോണിക്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽഷ്യം നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു സോൾട്ട് ഡയറക്റ്റ് കൊടുക്കുകയാണ്. അതിനകത്തുനിന്ന് നൈട്രേറ്റ് ഡയറക്റ്റ് പ്യുവറസ്റ്റ് ഫോമിൽ നമുക്ക് ചെടിക്ക് വലിച്ചെടുക്കാനായിട്ട് പറ്റും. അത് കാരണം ചെടിയുടെ ഗ്രോത്ത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ അൺവാണ്ടഡ് എലമെൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ കൺട്രോൾഡ് ന്യൂട്രിയൻസ് കൊടുത്തിട്ട് ചെടിയുടെ ഗ്രോത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹൈഡ്രോപോണിക്സിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഈ ന്യൂട്രിയൻസിൻ്റെ.
സ്റ്റാർട്ടപ്പ് മിഷനുമായിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 2017 കേരള സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഒരു ഐഡിയ ഡേ എന്ന് പറഞ്ഞിട്ടൊരു മത്സരത്തിന് നമുക്ക് 7 lakhs ഒരു ഗ്രാൻഡ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഹൈഡ്രോപോണിക്സ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. പിന്നെ അതിനുശേഷം തന്നെ നമുക്ക് ഇപ്പോൾ കറന്റ് ഞങ്ങളൊരു IoT നമ്മുടെ ഫാം മാനേജ്മെന്റ് മൊത്തം ഒരു മൊബൈൽ പ്ലാറ്റ്ഫോം വഴി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ് സ്റ്റേജിലാണ്. റിസോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഇന്ത്യൻ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഞങ്ങൾക്ക് ഒരു ഫെലോഷിപ്പ് കിട്ടിയിട്ടുണ്ട്. ഫെലോഷിപ്പിൽ നിന്ന് ഫണ്ടിങ്ങും കിട്ടിയിട്ടുണ്ട്. അവരുടെ കീഴിൽ ഞങ്ങൾ ഒരു വെബ് ആപ്പ് ഇള കണക്ട് എന്ന് പറഞ്ഞ ഒരു വെബ് ആപ്പ് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ അക്കാഡമിക്സിന്, അതായത് ഇതൊരു കൃഷിയാകുമ്പോഴേക്കും നമുക്കൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിനൊരു അക്കാഡമിക്സിന്റെ ഭാഗമാക്കാനും നോക്കുന്നുണ്ട്. നമ്മൾ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ASAP അഡീഷണൽ സ്കിൽ അക്വിസിഷൻ പ്രോഗ്രാം ഇപ്പോൾ ഹൈഡ്രോപോണിക്സ് ഫാർമർ എന്നൊരു കോഴ്സ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കോഴ്സ് ഡെവലപ്മെൻറ്റിൽ ഒരു ഭാഗമാകാൻ പറ്റിയിട്ടുണ്ട് ഞങ്ങളുടെ കമ്പനിക്ക്. പിന്നെ ഞങ്ങൾക്ക് സ്റ്റുഡൻറ്റ് ഇവിടെ ചെറിയ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ ഹൈഡ്രോപോണിക്സ് ക്ലാസ് 1 day ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് 1 day 2 day 1 weekനെല്ലാം നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ് പുതിയ ആൾക്കാർ കൃഷി പഠിക്കാൻ പറഞ്ഞവർക്കുള്ള റിസോഴ്സ് കൊടുക്കുക. അപ്പോൾ അതും ഞങ്ങളുടെ കമ്പനിയുടെ ഒരു വിഷനായിട്ട് ഞങ്ങൾ കൊണ്ടുപോവുകയാണ്. നമ്മളുടെ ഒരു പാക്കേജ് എന്ന് പറയുന്നത് 2 വെറൈറ്റീസ് ഓഫ് ലെറ്റ്യൂസ് ഉണ്ടാവും. സോ ദിസ് വീക്ക് നമ്മൾ കൊടുക്കുന്നത് ബട്ടർ ഹെഡ് റെഡും ബറ്റാവിയ ഗ്രീനും ആണ്. സോ നമ്മളുടെ ലീഫി ഇതേപോലെ 2 വെറൈറ്റീസ് ഉണ്ടാവും. അത് എൻഡൈവും കൊമാറ്റ്സിനെയും. അതേപോലെ നമുക്ക് വെജീസ് ഉണ്ട്. ഇപ്രാവശ്യം നമ്മൾ കൊടുക്കുന്ന ക്യുക്കുംബറും സുക്കിനിയാണ്. അതേപോലെ നെക്സ്റ്റ് വീക്സ് നമ്മൾ കൊടുക്കുന്നത് ക്യാപ്സിക്കം, ചെറി ടൊമാറ്റോ ഇതുപോലെ മാറിക്കൊടുക്കും. പിന്നെ നമ്മളുടെ മൈക്രോ ഗ്രീൻസ് 4 വെറൈറ്റീസ് ഉണ്ട്. ഇതിൽ നമ്മൾ ദിസ് ടൈം കൊടുക്കുന്നത് ബോക് ചോയ്, സൺഫ്ലവർ, പാലക്ക്, മസ്റ്റാർഡ് അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കും.